വത്തിക്കാന്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റ് ആവാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സിസ്റ്റർ ലിസ്മി. ജനങ്ങളും സഭയുമാണ് തന്നെ വളർത്തിയത്. അവർ തന്നെയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നുമാണ് അവർ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ കന്യാസ്ത്രീയാണ് ഇന്ത്യസ് ക്യാമറ നൺ എന്നറിയപ്പെടുന്ന സിസ്റ്റർ ലിസ്മി. ജപമാല പിടിച്ചിരുന്ന കൈകൾ ക്യാമറ എടുത്തപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ക്യാമറയും എന്നതായി സിസ്റ്ററുടെ രീതി. നല്ലത് കാണൂ എന്നാണ് സിസ്റ്റർ പറയുന്നത്. 2007 ആദ്യ വീഡിയോ ചിത്രീകരണം. അവിടെ നിന്ന് ആരംഭിച്ച യാത്ര വത്തിക്കാൻ അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിലെ പാനൽ പട്ടികയിൽ എത്തി നിൽക്കുകയാണ്. IFFKയിലെ ഫീനിക്സ് അവാർഡ് അടക്കം പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ നീണ്ട യാത്ര. സിനിമ ക്യാമറകൾ വാടകയ്ക്കെടുത്താണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. കോലഴിയിലെ നിർമ്മല പ്രൊവിൻസിൽ സിസ്റ്റർ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡിയോയിൽ എഡിറ്റിംഗും സ്വന്തമായി ചെയ്യും. നിർമ്മല മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയും സ്വതന്ത്രമായും ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടിയും ഛായാഗ്രഹണം നിർവഹിക്കുന്നു. പിടക്കോഴി, നന്മയുടെ സുഗന്ധം, എൻ്റെ പൂരം, തൃശൂർ പൂരം തുടങ്ങിയ ശ്രദ്ധേയമായ ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും വത്തിക്കാൻ സംഘത്തിന്റെ ക്ഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചതായി സിസ്റ്റർ ലിസ്മി പറഞ്ഞു. എൻ്റെ കോൺഗ്രിഗേഷനാണ് ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. കാരണം സഭ വളർത്തിയിട്ടില്ലെങ്കിൽ ഞാനിത് ഈ മുന്നിൽ നിന്ന് പറയാനൊന്നുമില്ല. ഇത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. സന്തോഷമാണ്. പാഷൻ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വിഷൻ കിട്ടിയതാണ്. കാരണം നമുക്ക് ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇതിപ്പം സന്യാസത്തിൽ നിന്നും വളരെ റയറായിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ പറയും, ഇപ്പോൾ നമുക്ക് സുവിശേഷ പ്രഘോഷണം എളുപ്പമാക്കി തീർക്കുന്നത് മീഡിയ തന്നെയാണ്. അത് ഏത് തരം ന്യൂസായാലും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ മീഡിയയുടെ കഴിവ് തന്നെയാണത്. അപ്പോൾ നമുക്ക് നന്മയായിട്ടുള്ളത് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ മീഡിയയിലൂടെ പറ്റുന്നു എന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇത് ഇറങ്ങുന്നത്. പ്രാർത്ഥനയും പ്രവർത്തനം ഒന്നിച്ചു കൊണ്ടുപോകുക എന്നാണ് എൻ്റെ കോൺഗ്രിഗേഷൻ്റെ ഒരു കാര്യസം. ഞാൻ 2007 ആദ്യമായിട്ട് ചെറിയ കുഞ്ഞി ക്യാമറയിൽ, സോണിയുടെ ക്യാമറയിൽ പരീക്ഷണം തുടങ്ങുന്നത്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും ചെയ്യുമ്പോഴായാലും ക്യാമറയുടെ പുറകിൽ നിന്നാണ് ചെയ്യാനും ഇഷ്ടവും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. പക്ഷേ എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത് കിട്ടിയത്. അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു സന്തോഷമാണല്ലോ. വിശ്വാസത്തിൻ്റെ തലത്തിലേക്കും ഈ ഒരു കഴിവ് സിസ്റ്ററിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഒരു നന്മ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സിസ്റ്ററിനെ ഞങ്ങളും ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെട്ടുകാട് പാറയിൽ ചാണ്ടി അന്നമ്മ ദമ്പതിമാരുടെ 3 മക്കളിൽ ഇളയ മകളാണ് സിസ്റ്റർ ലിസ്മി പാറയിൽ. ചലച്ചിത്ര പഠനത്തിൽ ഡിപ്ലോമയും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദധാരിയുമാണ്. അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി ജനുവരി 22, 23 തീയതികളിലാണ് സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരുടെ സമ്മേളനം. 23 നടക്കുന്ന പാനൽ ചർച്ചയിലാണ് 3 പേരിൽ ഒരാളായി സിസ്റ്റർ ലിസ്മി തെരഞ്ഞെടുക്കപ്പെട്ടത്.